മനവും ശതരൂപാധിയും. ഇവർക്ക് 5 മക്കൾ ജനിച്ചു. 5 മക്കളിൽ ആഹൂതി, പ്രസൂതി, ദേവഹൂതി അങ്ങനെ 3 പെൺകുട്ടികളും 2 ആൺമക്കളുമായിരുന്നു. ഇവിടെ പ്രിയംവദൻ, അതുപോലെ തന്നെ ഉത്താന പാതൻ, ഇങ്ങനെ 5 മക്കൾ ജനിച്ചു. അതിൽ ആഹുതിയെ രുചി പ്രജാപതിക്കും പ്രസൂതിയെ ദക്ഷനെ വിവാഹം കഴിച്ചു കൊടുത്തു. ദക്ഷനെ നമുക്കറിയാലോ, ദക്ഷനെ വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ ഉള്ളത് ദേവഹൂതിയാണ്. ദേവഹൂതിക്ക് ഉത്തമയാനായ ഒരു വരനെ വേണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു, അല്ലേ? ഏതൊരു മാതാപിതാക്കളും മക്കൾ വളർന്ന് ആ ഒരു വിവാഹപ്രായത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഉത്തമരായിട്ടുള്ള വരനെ വേണമെന്ന് ആരാഗ്രഹിക്കും? മാതാപിതാക്കൾ ആഗ്രഹിച്ചു. ഇപ്പോഴത്തെ കാലത്തെ കാര്യമല്ല പറയണത്, പണ്ട് കാലത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളൊന്നും ആലോചിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതുമില്ല, അല്ലേ? വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ അവരങ്ങ് ആലോചിച്ചുറപ്പിക്കും. അത് സമ്മതിച്ചു കൊടുക്കലാണ് ഇപ്പൊ 90% മാതാപിതാക്കളുടെയും അവസ്ഥ. ആലോചിച്ചുറപ്പിക്കുന്നത് നല്ലതാണ്, മോശമാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷെ ആലോചിച്ചുറപ്പിക്കുമ്പോൾ പുറമേയുള്ള പുറമോടി കൊണ്ട് മാത്രം ആലോചിച്ച് ഉറപ്പിച്ചിട്ട് പോകരുത്. മനസ്സിലായില്ലേ? പുറമേയുള്ള വേഷവിധാനം കണ്ടിട്ട് പോയാൽ അവസാനം ചെന്ന് ചാടുന്നത് പരസ്യം കണ്ടിട്ട് ദുരിതത്തിലെത്തിയത് കണക്കായി പോകും. ചില പരസ്യം കണ്ട് നമ്മൾ വണ്ടി വിളിച്ച് സാധനം വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു. മനസ്സിലായില്ലേ? കടയിൽ പോയി സാധനം മേടിക്കാനാണെങ്കിൽ വാങ്ങണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരാം. പക്ഷെ ജീവിതത്തിൽ ചെന്ന് പെട്ടുപോയാലോ? പെട്ടതാണ്. ഊരി എടുത്താലും അതിൻ്റെ കേട് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള രൂപഭാവങ്ങൾ കണ്ട്, അല്ലേ, ഒരു യോഗ്യതയും ഇല്ലാത്ത തലത്തിൽ പോയി വീഴരുത് എന്നതൊരു കാര്യം മനസ്സിലാക്കും. ഈ വിഷയം ഇന്നത്തെ കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി തിരിച്ചു വരാം. അപ്പൊ ഇവിടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. അതിൻ പ്രകാരം മാതാപിതാക്കൾ ഉത്തമനായ ഒരു വരനെ ലഭിക്കണം എന്നുള്ള ആഗ്രഹം അവരുടെ പിതാവായ ബ്രഹ്മദേവനോടും അറിയിച്ചു. അപ്പൊ ബ്രഹ്മാവിന്റെ കൊച്ചുമകളും കൂടിയാണല്ലോ ദേവഹൂതി. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഇപ്പൊ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർദ്ധമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ കർദ്ധമനെ പോയി കണ്ട് വിവാഹ അഭ്യർത്ഥന നടത്താൻ പറഞ്ഞു. ഇവിടെ കർദ്ധമനെ കാണാൻ വേണ്ടി സായംഭൂ മനവും ശതരൂപാദേവിയും മകളായ ദേവഹൂതിയും ഒപ്പം കൂട്ടി വന്നു. വരുന്ന സമയത്ത് ഇദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആദ്യകാലത്ത് യൗവനകാലത്ത് തപസ് ചെയ്തപ്പോൾ, തപസ് ആരംഭിച്ച സമയത്ത് ഇദ്ദേഹത്തിന് കേവല ഭക്തിയിൽ നിന്ന് ഉള്ള ആഗ്രഹം നിമിത്തം ഇദ്ദേഹം ഉയർന്നു വന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് ഭഗവാൻ ചോദിച്ചു എന്തു വരം വേണം. ആ സമയത്ത് ഇദ്ദേഹം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എനിക്ക് പുത്രനായി ജനിക്കണം എന്നൊരു വരം നേടിയിട്ടുണ്ട്. പിന്നീട് വീണ്ടും തപസ് ചെയ്ത് അതോടുകൂടി നിർത്തിയില്ല. വീണ്ടും തപസ്സിൽ താല്പര്യം പ്രകടിപ്പിച്ച് തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ പുത്രനായി ലഭിക്കണമെന്നുള്ള മോഹം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ട് ഭഗവാനെ നേടാൻ മാത്രമായി, പുത്രനായിട്ടുമല്ല, അല്ലാതെ തന്നെ ഭഗവാനിൽ ആനന്ദിക്കുവാനുള്ള ഉന്നതമായ തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭാവം മാറി. അതുകൊണ്ട് ലൗകിക ജീവിതത്തിനുള്ള താല്പര്യം ആദ്യം ഉണ്ടായിരുന്ന സമയത്താണ് പുത്രനെ കിട്ടണം എന്ന് ആഗ്രഹിച്ചത്. ലൗകിക ജീവിതത്തിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടപ്പോൾ ആ ആഗ്രഹത്തെ ഉപേക്ഷിച്ചിട്ടാണ് തപസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സമയത്താണ് ആര് വരുന്നത്? സായംഭൂ മനു വരുന്നത്. സായംഭൂ മനുവിനെയും ശതരൂപദേവിയൊക്കെ അദ്ദേഹം വിദ്യാമണ്ണം സ്വീകരിച്ച് ആനയിച്ച് സൽക്കരിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾ ആഗമന ഉദ്ദേശം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മകളാണ് ദേവഹൂതി, അവൾക്ക് ഏറ്റവും ഉത്തമനായ യോഗ്യനായ ഒരു വരനെ തേടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം മകളുടെ വിവാഹപ്രായമെത്തി. അപ്പം ഇവിടെ കർദ്ധമൻ പറഞ്ഞു, വളരെ നല്ലതല്ലേ, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് ഉചിതനായ ഉത്തമനായ വരനെ കണ്ടെത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് പറഞ്ഞത്, അതൊക്കെ ശരിയാണ്, പക്ഷെ നടക്കണമെങ്കിൽ അങ്ങും കൂടി വിചാരിക്കണം. കർദ്ധമൻ ചോദിച്ചു, ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അപ്പോഴാണ് പറഞ്ഞത്, അങ്ങാണ് വിവാഹം കഴിക്കേണ്ടത്. കർദ്ധമൻ പറഞ്ഞു, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, ഞാനിപ്പോൾ ഈ തപസ് ചെയ്ത് പോകുന്ന ഒരാളാണ്, എനിക്ക് ലൗകിക ജീവിതത്തോട് വിരക്തിയായി നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇവർ പറഞ്ഞു, ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞിട്ട് വന്നതിനെ ഉപേക്ഷിക്കാൻ ആർക്ക് തയ്യാറല്ല? കർദ്ധമൻ തയ്യാർ. അതുകൊണ്ട് കർദ്ധമൻ പറഞ്ഞു, ബ്രഹ്മദേവൻ ഒരു കാരണമില്ലാതെ പറയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തയ്യാറാവാം. പക്ഷെ ഒരു ഉപാധിയുണ്ട്. മനസ്സിലായില്ലേ? ഒരു ഉപാധി ഉണ്ട്. എന്താ ഉപാധി? ഞാൻ ഇവിടെ വിവാഹം കഴിക്കും, പക്ഷെ എനിക്ക് ഇവളോടുള്ള ആ ലൗകിക ജീവിതത്തോടുള്ള താല്പര്യം എപ്പോഴാണോ കുടുംബജീവിതത്തിലുള്ള താല്പര്യം നഷ്ടപ്പെടുന്നത്, ആ നിമിഷം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. വളരെ രസകരമായ ഉടമ്പടിയല്ലേ ഈ ഉടമ്പടി. പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വന്നാൽ നമ്മൾ ആരെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുമോ? വിവാഹം കഴിക്കാൻ വന്ന് ചെറുക്കൻ പറയുകയാണ്,
ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചോളാം, പക്ഷേ എനിക്ക് എപ്പോഴെങ്കിലും ഉപേക്ഷിക്കണോ തോന്നിയാൽ അന്നേരം ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഒരിക്കലും ചെയ്യില്ല. ചെയ്യുമോ? ഇല്ല. ഇനി ഇങ്ങനെ ഒരാളുടെ ഭാര്യയാവാൻ ഏതെങ്കിലും ഒരു സ്ത്രീ തയ്യാറാവുമോ? ആവോ? ആവില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബാധ്യമാണ്. പക്ഷേ ഇവിടെ സായംഭൂ മനു ശതരൂപാദേവി അത് അംഗീകരിച്ചു. ഇപ്പൊ നമ്മൾ വിചാരിക്കും മോളോട് ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും, അത് അംഗീകരിച്ചു. ദേവഹൂതിയാകട്ടെ അതിന് സമ്മതവും കൊടുത്തു. നേരത്തെ തന്നെ അച്ഛനും അമ്മയോടും അതിനുള്ള തന്റെ സമ്മതവും അറിയിച്ചു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചാൽ പല അർത്ഥങ്ങളും നമുക്ക് ഇതിനെക്കുറിച്ച് കാണാം. ഒന്ന്, ജീവിതകാലം മുഴുവൻ ഒരു യോഗ്യതയില്ലാത്തവന്റെ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ചു നാളാണെങ്കിലും നല്ല ഒരുത്തന്റെ ഭാര്യയായി ജീവിക്കുന്നത്? ഏതാ നല്ലത്? കുറച്ചു നാളെ ജീവിച്ചോളെങ്കിലും ഇനി ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ലമ്മ, പോയി കൈവിട്ടു പോയി. ചരട് പൊട്ടിയ പട്ടത്തെ കുറിച്ച് ഓർത്ത് ആരെങ്കിലും കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് പൊട്ടിപ്പോയി, വിട്ടേരെ. ഇനി പറത്താൻ പട്ടമായിട്ട് പോന്നവരാലോചിക്കാൻ ചരട് പൊട്ടാതിരിക്കട്ടെ. മനസ്സിലല്ലേ? കഴിഞ്ഞു പോയതിനെ തിരിച്ചു പിടിക്കാൻ നിർവാഹമൊന്നും ഇല്ല, അത് പോയി. അപ്പൊ ഇവിടെ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളിന്റെ പത്നിയായി ജീവിതകാലം മുഴുവൻ കിടന്ന് നരകിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലേ ഉത്തമമായ ഒരാളിന്റെ പത്നിയായി തീരുക. രണ്ട് കാരണം. എന്താ കാരണം? ജീവിതത്തിൽ കുറച്ചു കാലമുണ്ടെങ്കിൽ അത് ആനന്ദപ്രദമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിന്റെ ആനന്ദത്തിന്റെ തുടർച്ച എവിടെയാ? സന്താന പരമ്പരകളാണ് അല്ലേ? അപ്പൊ ഉത്തമനായ വ്യക്തിയിൽ നിന്നല്ലേ ഉത്തമരായ സന്താനങ്ങൾ ലഭിക്കൂ അല്ലേ? ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് ആശ്രയമാരാ? സന്താനമാണ്. അപ്പൊ നല്ല സന്താനങ്ങളെ ലഭിക്കുക എന്ന കർമ്മത്തിന് മുൻതൂക്കം കൊടുക്കണം കുടുംബ ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? നല്ല സന്താനത്തിന് മുൻതൂക്കം കൊടുക്കാതാണ് കുടുംബജീവിതമെങ്കിൽ ആ കുടുംബജീവിതം ഏറ്റവും ഒടുവിൽ എവിടെ എത്തും? കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ച് നമ്മളെല്ലാവരും അവസാനം ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. മനസ്സിലാവുന്നു? ഇന്ന് പല മാതാപിതാക്കളും വാർദ്ധക്യത്തിലെത്തുമ്പോൾ വീട്ടിൽ കിടന്ന് പ്രാകുന്നത് സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും. എന്താ കാരണം? അവർക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചു, അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താനുള്ള സമയമൊന്നും കൊടുത്തിട്ടില്ല. അതിന്റെ ഫലം ഇവിടെയാണ്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സൽസന്താനമാണെന്ന ബോധം നമുക്കുണ്ടാവണം. ആ സന്താനങ്ങളെ നല്ല സ്വഭാവത്തോടെ വളർത്താനുള്ള പരിശ്രമമാണ് ആദ്യത്തെ കടമ മാതാപിതാക്കൾ എടുക്കേണ്ടത്. ശരി, ഇവിടെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നല്ല വ്യക്തിയോട് ജീവിക്കുക. രണ്ടാമത് സന്താനങ്ങൾ. ഇനി ദേവഹൂതിയുടെ ഉള്ളിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്താ കാരണം? സാക്ഷാൽ ഭഗവാൻ പുത്രനായി ജനിക്കുമെന്നുള്ള വരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ കർദമന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ഭഗവാനെ ഉദരത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ? ഏറ്റവും യോഗ്യതയുള്ള ഒരാളിനെ ഗർഭത്തിൽ ധരിക്കാൻ ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യം ഒരു സ്ത്രീക്ക് വേറെയുണ്ടോ? മനസ്സിലായില്ലേ? മഹാഋഷിമാർ പോലും തപസ് ചെയ്താൽ പോലും നേടാൻ പറ്റാത്ത ഭാഗ്യമാണ് ഈ ഒരു ത്യാഗത്തിലൂടെ ആര് നേടുന്നത്? മനസ്സിലായോ? ആര് നേടുന്നത്? ദേവഹൂതി നേടുന്നത്. അപ്പൊ ത്യാഗം ജീവിതത്തിൽ ഗുണഫലത്തെ തരും. മനസ്സിലായില്ലേ? അതാണ് ഭാരതത്തിന്റെ ദേശീയ ആദർശം. സ്നേഹവും ത്യാഗവുമാണ് ഭാരതത്തിന്റെ ദേശീയ ആദർശം എന്ന് ഉറക്കം പറഞ്ഞ ആളാണ് സ്വാമി വിവേകാനന്ദൻ. പക്ഷെ നമ്മുടെ ഭരണകൂടം എഴുതിയപ്പോ ഈ കൂടത്തിനുള്ളിൽ ഇത് രണ്ടും ഇല്ലാതെ പോയി. സേവനവും ഇല്ല, ത്യാഗവും ഇല്ല. മനസ്സിലായില്ലേ? എല്ലാം കട്ടുമുടിക്കുന്ന കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന അവസരമായി ഏത് മാറി? നമ്മുടെ ഭരണഘടനയൊക്കെ മാറി. അതിന്റെ ദുഃഖം നമ്മളിപ്പോ അനുഭവിച്ചു. സേവനവും ത്യാഗവും എന്ന് പറഞ്ഞാൽ എന്താ? നാട് ഭരിക്കുന്നവർക്ക് നാട്ടിലെ ജനങ്ങളെ വേണ്ടി ഭരിക്കുന്ന സേവനമായിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പൊ അങ്ങനെയാണോ ചെയ്യുന്നത്? ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടാതെ കിട്ടാവുന്ന മുഴുവൻ ഊറ്റി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വെക്കലാണ്. ബന്ധുക്കൾക്ക് ഊറ്റിക്കൊണ്ടു. അത് സേവനം പോയി. ത്യാഗം ഇവർക്കുണ്ടോ? ഉണ്ടോ? ഒരു ത്യാഗവും ഇല്ല. കസേര കിട്ടാൻ വേണ്ടി ആരുടെ കാലും മറിക്കും അല്ലേ? അപ്പൊ ഇത് രണ്ടും നഷ്ടപ്പെട്ടവരായിട്ടാണ് നമ്മൾ ഇന്ന് കഴിയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ആരുടെ ഭാവം? ദേവഹൂതിയുടെ ഭാവം എന്ന് പറയും. ഇനി മാതാപിതാക്കളാകട്ടെ ബ്രഹ്മദേവൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അവര് തയ്യാറായി. അങ്ങനെ വിവാഹം കഴിഞ്ഞു നാളുകൾ ഇങ്ങനെ പിന്നിട്ടു. കുറെ നാള് വരെ കർദമൻ ഈ ദേവഹൂതിയെ കണ്ട മട്ടൊന്നും അടിച്ചില്ല, കണ്ട ഭാവം അടിച്ചില്ല. വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ എങ്ങാനുമാണ് ഒരു ജീവിതത്തിൽ നമ്മൾ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? കല്യാണം കഴിഞ്ഞ് കുറെ നാളത്തേക്ക് ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല, കാണുന്നില്ല, നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും? അപ്പോഴേ വണ്ടി വിളിച്ച് തിരിച്ചു പോലും ഇല്ലേ?
ഇതായിരിക്കും. പക്ഷെ അവിടെ ദേവഹൂതി അതിന് തയ്യാറായില്ല. ദേവഹൂതി ഏറ്റവും ഉന്നതമായ ഗുണത്തിലേക്ക് ഉയരുകയാണ് ഇവിടെ. എന്താ ഉന്നതമായ ഗുണം? ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഗുണം എന്താ? ക്ഷമ. മനസ്സിലായില്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശാന്തി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണം ഏതാ? ക്ഷമയാണ്. ക്ഷമയില്ലാത്തതാണ് പലപ്പോഴും ജീവിത ദുഃഖത്തിന്റെ കാരണമായി തീരുന്നത്. ക്ഷമിക്കാവുന്നതും പൊറുക്കാവുന്നതുമായ കാര്യങ്ങളെ തന്നെയാണ് നമ്മൾ ക്ഷമിക്കാതെയും പൊറുക്കാതെയും വളർത്തി 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 ഇല്ലേ അർബുദം പോലെയാക്കി ഇല്ലേ ജീവിതത്തെ നാശകരമാക്കി മാറ്റുന്നതൊക്കെ ഇതിന്റെ ഫലമാണ്. അപ്പൊ ക്ഷമയിലേക്കാരെത്തി? ദേവഹൂതി എത്തി. ഇനി ദേവഹൂതി തുടർന്നുള്ള ദിവസങ്ങളിൽ എന്താ? തന്റെ ഭർത്താവിനെ ഈശ്വരതുല്യം കണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും നിശബ്ദം ചെയ്തു. പരാതിയില്ല, പരിഭവമില്ല. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം ദേവപൂജകൾ ചെയ്യും. ആ ദേവപൂജകൾ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇരുന്ന് ഇതിനെല്ലാം ഒരുക്കി കൊടുത്തിട്ട് അവിടെ നാമം ജപിച്ചും പ്രാർത്ഥിച്ചും ദേവഭൂതിയുടെ മനസ്സും ഭഗവത് ചിന്ത കൊണ്ട് ശുദ്ധമായി മാറി. ഇവിടെ കർദമൻ മനഃപൂർവ്വം ദ്രോഹിച്ചതല്ല. ഭഗവാൻ പുത്രനായി പിറക്കാനുള്ള യോഗ്യതയിലേക്ക് ആര് എത്തണം? ദേവഹൂതി എത്തണം. ആ മനഃശുദ്ധിയിലേക്ക് ദേവഹൂതി എത്തിക്കാൻ നേരത്തെ തന്നെ ഇടപഴകി ഭാര്യാഭർത്ത ജീവിതം നയിച്ചാൽ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടൊരു തപസ്സിന്റെ രീതിയിൽ ഒരു തപോനിഷ്ഠയിലൂടെ കടത്തി ദേവഹൂതിയുടെ മനസ്സിനെ ശുദ്ധമാക്കി. മനസ്സിലായോ? ആ ഭഗവാനെ നേടുവാനുള്ള പാത്രീഭാവത്തിലേക്ക് ആരെ എത്തിച്ചു? ദേവഹൂതിയെ ഉയർത്തി. അങ്ങനെ ആയപ്പോൾ ഭഗവാൻ ദേവഹൂതിയോട് ചോദിച്ചു, ഏറെ കാലമായല്ലോ എന്നോടൊപ്പം വന്നിട്ടില്ലേ, ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ദേവഹൂതിക്ക് സന്തോഷമായി. ഇത് പ്രതീക്ഷിച്ചിരുന്നു. ദേവഹൂതി പറഞ്ഞു, വിവാഹാനന്തരം ഏതൊരു സ്ത്രീക്കും അല്ലേ ഭർത്താവിനോട് സ്നേഹമുണ്ടാവും. പക്ഷേ ആ സ്നേഹം രണ്ടാമത് ആരിലേക്ക് പോകാൻ ആഗ്രഹിക്കും? മക്കളിലേക്ക് പോകാൻ ആഗ്രഹിക്കും. കാരണം എന്താ? സ്ത്രീ എന്ന് പറയുന്ന ഭാവം പൂർണ്ണമാകുന്ന എപ്പോഴാ? സന്താന പരമ്പരയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പൊ ആ ഭാവത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് സന്താന ലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ കർദമ പ്രജാപതിയുടെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൽ നിന്ന് 9 മക്കൾ ജനിച്ചു. പക്ഷെ 9 പെൺകുട്ടികളായിപ്പോയി. ഇപ്പൊ ചോദിക്കും, കഷ്ടം അല്ല, പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. ഭാഗവതം ഇന്നുമ്പേ പറഞ്ഞാൽ ഇപ്പൊ ഈ പക്ഷവാദികളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അയ്യോ പെൺകുട്ടികളായി പോയെന്ന് പറഞ്ഞപ്പോൾ ആചാര്യൻ മോശമാക്കി പറഞ്ഞാൽ അല്ല, അങ്ങനെയല്ല. ഇവിടെ പെൺകുട്ടികളായിട്ട് ജനിച്ചു. എന്താണ് പെൺകുട്ടികളായി ജനിച്ചത്? ഇവിടെ ചർച്ചയ്ക്ക് അങ്ങനെ എടുത്തു പറഞ്ഞു ചോദിച്ചാൽ, ഇവിടെ ഒരു വരം കൊടുത്തിട്ടില്ലേ കർദമൻ? ഒരു ഉപാധി വെച്ചിട്ടില്ലേ? എപ്പോൾ വേണമെങ്കിലും വെടിഞ്ഞു പോകാം. അപ്പൊ ഈ പെൺകുട്ടികൾ ജനിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കർദമൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ വിട്ട് തപസ് ചെയ്യാൻ പോവുകയാണ്. ഇത് പണ്ടേ പറഞ്ഞു. അതുകൊണ്ട് തടയാൻ പറ്റില്ല. ആർക്ക്? ദേവഹൂതിക്ക് പറ്റില്ല. ഉപാധിയാണ്, ഉടമ്പടിയാണ്. അപ്പൊ ദേവഹൂതി പറഞ്ഞു, അങ്ങ് പോകുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷേ അങ്ങ് ഒരു കാര്യം ഓർക്കണം. എന്താണ്? 9 മക്കളും അങ്ങ് നൽകിയത് പെൺകുട്ടികളെയാണ്. നാളെ ഇവർ വളർന്ന് വിവാഹം കഴിച്ച് ഭർത്തൃഗൃഹങ്ങളിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്രയമാവാൻ ആരുമില്ലാത്ത അവസ്ഥ വരും. ശരിയല്ലേ? ആ പെൺകുട്ടികൾ അവരുടെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആശ്രയിക്കാൻ ആരുമില്ല. അതുകൊണ്ട് എന്ത് വേണം? എനിക്കൊരു മകൻ കൂടി ഉണ്ടാകണം. എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു മേടിച്ചത്? ഭഗവാൻ പുത്രനായി ജനിക്കുമെന്ന ഭാഗ്യം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് സംഭവിക്കും എപ്പോൾ വേണമെങ്കിലും. കാര്യം ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പൊ തൻ്റെ അടുത്തുനിന്ന് പോയാൽ കർദമൻ വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും തരത്തിലത് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ ആ മഹാഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടി ബുദ്ധിപൂർവം ആര് ചോദിച്ചു? എപ്പോഴും നമ്മുടെ ബുദ്ധിയെ വിവേകത്തോടെ ചേർത്ത് ഈശ്വരനെ നേടാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ ബുദ്ധിയെ ഉണർത്തണമെന്ന് ദേവഭൂതി ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ പുറമേ ഉള്ള ഏതെങ്കിലും വസ്തുക്കൾ നേടാൻ വേണ്ടി ബുദ്ധി ഉപയോഗിക്കരുത്, ഈശ്വരനെ നേടാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് ബോധ്യപ്പെടുത്തി. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനം ചോദിച്ചു. അങ്ങനെ അവിടെ എന്ത് ചെയ്തു? കർദമൻ അങ്ങനെ ആ ആഗ്രഹത്തെ സഫലീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പുത്രൻ കൂടി ജനിച്ചു. ആ പുത്രന്റെ പേരാണ് കപിലൻ. കപില വാസുദേവൻ എന്നറിയപ്പെടുന്ന ജ്ഞാനസ്വരൂപനായ പുത്രൻ ജനിച്ചു. പുത്രൻ ജനിച്ചു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, ഞാൻ മുമ്പേ തന്നെ ഇവിടം വിട്ടു പോകാൻ തയ്യാറായതാണ്. അന്ന് നിന്റെ അമ്മ അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് ഞാനിവിടെ കഴിഞ്ഞത്. ഇനിയിപ്പോ അമ്മയ്ക്ക് താങ്ങായി തണലായി ആരുണ്ട്? നീയുണ്ട്. ആശ്രയമില്ലാത്ത ദുഃഖം അമ്മയ്ക്കുണ്ടാവില്ല. അതുകൊണ്ട് നീ അമ്മയെ നോക്കിക്കോണം. നീയും ഇവിടെ ഏറെക്കാലം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നീയും ഒരിക്കൽ ഇതുപോലെ തന്നെ ഇവിടം വിട്ടു പോകും. പക്ഷെ പോകുന്ന സമയത്ത് ദുഃഖത്തിലേക്ക് ആരെ ഇടരുത്? അമ്മയെ ഇടാതെ വേണം പോകാൻ എന്ന് പറഞ്ഞു. അതാണല്ലോ അച്ഛനും ചെയ്തത്. ആൺപുത്രനെ കൊടുത്ത് ദുഃഖത്തിലിടാതെ
പരിഹരിച്ചു. അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അച്ഛൻ മകന്റെ പാദത്തിൽ നമസ്കരിച്ചു യാത്ര പറഞ്ഞു. ഇവിടെ നമുക്കൊരു ആചാര സംബന്ധമായി ചിന്തിച്ചാൽ ഒരു വിപരീത ഭാവം വരും അല്ലേ? അച്ഛൻ മകന്റെ പാദത്തിൽ അങ്ങനെ നമസ്കരിക്കാവോ? കേവല തത്വത്തിൽ കേവലാചാര ചിന്തയിൽ എടുത്താൽ പാടില്ല. പക്ഷെ ഇവിടെ ഉന്നതമായ തലത്തിൽ ചിന്തിച്ചാൽ മകനുമാണ് ഈശ്വരനുമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഉന്നതമായ ഗുണത്തെ കാണുമ്പോൾ രണ്ടാമത്തത് എന്തായി? ഗൗണധർമ്മമായി മാറി. അപ്പം മകൻ എന്നുള്ളത് ഗൗണധർമ്മമായി മുഖ്യധർമ്മമായിട്ട് എന്തു മാറി? ഈശ്വരൻ എന്ന ഭാവം. അങ്ങനെ മാറുമോ? ധർമ്മം മാറും. ഇപ്പോൾ ഒരച്ഛനും മകനും വീട്ടിലുണ്ടെന്ന് വെക്കുക. ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച അച്ഛനാണ്, മുഖ്യധർമ്മം അച്ഛനാണ്. അച്ഛന് ഇവൻ മകനാണ്. ഇതേ അച്ഛൻ തന്നെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ നോക്കുക. അതേ ക്ലാസ്സിൽ തന്നെയാണ് ഈ കുട്ടി പഠിക്കുന്നത്. അവിടെ അച്ഛനും മകനുമാണോ? ആണോ? കുട്ടിയുടെ മുന്നിൽ അതാരാണ്? അധ്യാപകനാണ്. മനസ്സിലായില്ലേ? അധ്യാപകന്റെ മുമ്പിൽ അത് വിദ്യാർത്ഥിയാണ്. അപ്പൊ ഒരേ വ്യക്തി തന്നെ മാറ്റം വന്നില്ലേ? ഇതുപോലെ ആ മകനെ ഈശ്വര തുല്യം കണ്ടതുകൊണ്ട് പാദത്തിൽ നമസ്കരിച്ചു. അതൊരിക്കലും ആചാര ലംഘനം അല്ല. ഇത് നമുക്കൊരു സംശയം വരാം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ തൊട്ടുപുറകിൽ ഒരു കഥ വ്യാസൻ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്. രക്ഷയാഗം എന്നൊരു കഥ. രക്ഷയാഗത്തിൽ സംഭവിച്ചത് എന്താ? ശിവനെ മഹാദേവനായി കാണുന്നതിന് പകരം മരുമകൻ എന്ന ഭാവത്തിൽ താഴ്ത്തി കണ്ടതിന്റെ ഫലമായിട്ട് ദക്ഷൻ എന്ത് ചെയ്തു? കലഹിച്ചു. അതിന്റെ ഫലമായി ദക്ഷന്റെ തല നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഏത് സംശയത്തിനും തൊട്ടടുത്ത് ഭാഗവതം മറുപടി തന്നു തന്നെയാണ് പോകുന്നത്. ശരി, ഇവിടെ പാദത്തിൽ നമസ്കരിച്ചു പോയി. മകൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇവിടെ വിട്ടു പോകുവാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ മകനോട് പറഞ്ഞു, മകനെ, പിതാവ് പോയപ്പോൾ അന്ന് ഞാൻ ഈ ദുഃഖം പറഞ്ഞു, ആശ്രയമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ആ സമയത്താണ് നിന്നെ എനിക്ക് നൽകിയത്. അപ്പൊ നീ കൂടി പോയാൽ ഇനി ആശ്രയം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെടും. അതുകൊണ്ട് ഈ ദുഃഖത്തെ ഞാൻ എങ്ങനെ കടക്കും എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ മകൻ അമ്മയെ ഉപദേശിക്കുന്നു. അതിനെയാണ് നമുക്ക് കപിലോപദേശം എന്ന് പറയാൻ സാധിക്കും. കാപിലേയം എന്ന പേരിൽ പ്രസിദ്ധമായ ഭാഗമാണ് കപിലോപദേശം. യഥാർത്ഥ ജ്ഞാനസ്വരൂപമായി ഭഗവാൻ ദുഃഖ വിനാശകനായി ദുഃഖ നിവാരകനായി ഭഗവാന്റെ ജ്ഞാനത്തെ കപിലോപദേശം പഠിച്ചാൽ അറിയാൻ സാധിക്കും. അവിടെ പറയും, അമ്മേ, ആശ്രയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ശാശ്വതമായി ദുഃഖ നിവാരണത്തിനുള്ള മാർഗം. ശാശ്വതമായി ദുഃഖ നിവാരണത്തിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനം നേടുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ദുഃഖം അജ്ഞാന ഹേതുവാണ്. അതുകൊണ്ട് ശാശ്വതമായി ദുഃഖം ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം നേടുക. മനസ്സിലായില്ലേ? അങ്ങനെ അമ്മയ്ക്ക് ജ്ഞാനത്തെ പകർന്നു കൊടുത്തു. അമ്മയ്ക്ക് എല്ലാ അറിവും പകർന്നു കൊടുത്തു. സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, ഈ പ്രകൃതി എന്താണെന്ന് പറഞ്ഞു, 24 തത്വങ്ങൾ, പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ പഞ്ചതന്മാത്രകളും പഞ്ചജ്ഞാനേന്ദ്രിയം പഞ്ചകർമ്മേന്ദ്രിയം, അതിനെ ഉള്ളിൽ നിൽക്കുന്ന അന്ധകരണങ്ങൾ 4 കാലമാകുന്ന വിശേഷം ചേർന്നാൽ ഈ മുഴുവൻ പ്രപഞ്ചവുമായി മാറി ആ പ്രപഞ്ചനാഥ സ്വരൂപനായ ഭഗവാനിൽ മനസ്സുറപ്പിക്കുക എന്നതാണ് ജീവിതത്തിൽ നമ്മൾ നേടേണ്ടതെന്ന് പറഞ്ഞു. ആ ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഭക്തി എന്ന് പറഞ്ഞു. ആ ഭക്തി മാർഗത്തിൽ 3 തരത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒന്ന്, വിഗ്രഹങ്ങളിലും അതുപോലെ തന്നെ പൂജാസ്ഥലങ്ങളിലും മാത്രം ഭഗവാനെ സങ്കല്പിക്കുന്നത് കേവല ഭക്തിയാണ്, സാധാരണ ഭക്തിയാണെന്ന് പറഞ്ഞു. അതിനും അപ്പുറം സർവ്വതും ഈശ്വരനാണെന്ന ബോധത്തിലേക്ക് വരുന്നത് എന്താണ്? മധ്യമ ഭക്തിയാണെന്ന് പറഞ്ഞു. ഈശ്വരനും സർവ്വതും ഒന്നാണ്, രണ്ടെണ്ണം ഒന്നേ ഇല്ല എന്ന അനുഭവത്തിലേക്ക് എത്തിയാൽ ഉത്തമ ഭക്തിയാണെന്ന് പറഞ്ഞു. ഈ ഉത്തമ ഭക്തി വരുന്ന കാലത്ത് വരെ അമ്മ ബാഹ്യമായ പൂജാതി വിധികൾ ചെയ്യുക. മനസ്സിലല്ലേ? ഈ ബാഹ്യമായി ചെയ്യുന്ന പൂജയ്ക്ക് ഹോമത്തിനുമൊക്കെ ഒരു അതിർവരമ്പുണ്ട്. എവിടെയാണ് അതിർവരമ്പ്? ഭഗവാനെ അനുഭവിക്കുന്നത് വരെ ഇതിനും സ്ഥാനമുള്ളൂ. ഭഗവാനെ അനുഭവിക്കുന്ന സ്ഥലത്ത് പിന്നെ ഇതിന് സ്ഥാനം ഇല്ല. വിഗ്രഹങ്ങൾക്കും മറ്റുള്ളതിന് പോലും സ്ഥാനമില്ല. ഇത് നമ്മുടെ ശാശ്വതമായ തത്വമാണ്. അതുകൊണ്ടാണ് സന്യാസി വര്യന്മാര്, സന്യാസം സ്വീകരിക്കുന്ന സന്യാസി വര്യന്മാർക്ക് ക്ഷേത്ര ആരാധന നിർബന്ധമല്ല. എന്താ കാരണം? നിജത്വം മുറിച്ചവരാണ് സന്യാസത്വത്തിലേക്ക് എത്തുന്നത്. അവർ ബ്രഹ്മാനന്ദ അനുഭവത്തിലേക്ക് എത്താവുന്നവരാണ്. അതുകൊണ്ട് അവർ ക്ഷേത്ര ദർശനം നടത്തിയോ നടത്തിയില്ല എന്നുള്ളത് ചില ആൾക്കാർ ചിലർക്ക് പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിട്ട് അപ്പുറത്തൊരു സന്യാസി എന്ന് പറഞ്ഞ് ഒരു കള്ളം താമസിക്കുന്നത്, അയാൾ ഇന്ന് വരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ തലവും സന്യാസിയുടെ തലവും രണ്ടും വസ്ത്രം കൊണ്ടല്ല വ്യത്യാസമാകുന്നത്,
മനോധർമ്മഭാവങ്ങൾ കൊണ്ടാണ് വ്യത്യാസം വന്നത്. വസ്ത്രം കാഷായം എടുത്തതെന്ന് വെച്ചിട്ട് അല്ല വ്യത്യാസമാണ്, മനസ്സിലായി? അപ്പോൾ അവിടെ നിർബന്ധം അല്ല എന്ന് നമ്മൾ തിരിച്ചറിയാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള മഹാത്മാക്കളെ നിന്ദിക്കുന്നത് വരുന്നത്. അത് നിർബന്ധമല്ല, വേണമെങ്കിൽ അവർക്ക് ആവാം, ആകാതെ ഇരിക്കാം. കാരണം അവർ നിജത്വത്തെ കടന്നവരാണ്. ഏകസ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കണം. സംന്യസിച്ചു, ഞാനെന്ന ഭാവം ഉപേക്ഷിച്ചു. അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടം, അത് നമുക്ക് വിട്ടേക്കാം. അപ്പൊ അതോടെ ആ നിലയിലേക്ക് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അമ്മയെ ഉപദേശിച്ചു. അങ്ങനെ കേവല ഭക്തിയിൽ നിന്ന് ഉന്നത ഭക്തിയിലേക്ക് എത്തണം എന്നുകൂടി ഉപദേശം കൊടുത്തു. ആ ഉപദേശത്തിന് ശേഷം നേരെ കപിലൻ അവിടെ നിന്ന് പോയി. അമ്മയാകട്ടെ ശാശ്വതമായ ദുഃഖനാശനം വന്ന അമ്മ ആത്മജ്ഞാനിയായി മാറി ഭഗവത് ചിന്തയോടെ ഭഗവത് പദം പ്രാപിച്ചു. അപ്പൊ ഈ നിലയിൽ ഭഗവാനെ അറിയുവാനും പ്രാപിക്കുവാനുമാണ് ഭാഗവതം നമ്മളെ തയ്യാറാക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.